നാദാപുരം തെരുവുംപറമ്പിൽ നബീസു എന്ന സ്ത്രീയുടെ കഥ ആരും മറന്നിട്ടില്ല. നബീസു എന്ന സ്ത്രീയെ നിസ്കാരപ്പായലിട്ട് CPM-കാരൻ ബലാത്സംഗം ചെയ്തു എന്ന ഇല്ലാക്കഥ പ്രചരിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കഥ പ്രചരിപ്പിച്ചത് നാദാപുരത്തെ ലീഗുകാരായിരുന്നു. അന്ന് ആ കള്ളക്കേസിൽ ഒന്നാം പ്രതിയാക്കപ്പെട്ട ഈന്തുള്ളതിൽ ബിനുവിനെ കല്ലാച്ചി ജീപ്പ് സ്റ്റാൻഡിൽ വച്ചാണ് NDF തീവ്രവാദികൾ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ബിനു നിരപരാധിയാണെന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ചതിയിൽപ്പെട്ടതാണെന്നും ബലാത്സംഗ കഥയിലെ സ്ത്രീയുടെ ഭർത്താവിന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയേണ്ടി വന്നത് പിന്നീടുള്ള ചരിത്രം. 2001 തിരഞ്ഞെടുപ്പ് ജയിക്കാൻ UDF ഉണ്ടാക്കിയ കള്ളക്കഥയിൽ അന്ന് പൊലിഞ്ഞത് ഒരു പാവം മനുഷ്യൻ്റെ ജീവനായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തും ചെയ്യുന്നവരാണ് നാദാപുരത്തെയും മലബാറിലെയും ലീഗുകാരെന്ന യാഥാർത്ഥ്യം. ഇപ്പോഴിതാ ആ സംസ്കാര ശൂന്യതയുടെ വർത്തമാനകാല ചേരുവയിലേക്ക് മറ്റൊരു ഐറ്റം കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി സ്വന്തം സംഘടനയുടെ തലപ്പത്തെത്തി എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ചുക്കാൻ പിടിക്കുന്നത്. ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ശൈലജ ടീച്ചർക്കെതിരെ കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷവും അശ്ലീല വർത്തമാനവും സോഷ്യൽ മീഡിയയിൽ ആകമാനം പ്രചരിപ്പിക്കപ്പെടുന്നതെന്നാണ് ആക്ഷേപം. ദേശാഭിമാനിയിലെ കരാർ തൊഴിലാളി പണ്ടൊരിക്കൽ നിഷ പുരുഷോത്തമനെതിരെ സോഷ്യൽ മീഡിയയിൽ അസഭ്യം പറഞ്ഞതിന് P. രാജീവിനെ കൊണ്ടും CPM സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടും ഉത്തരം പറയിപ്പിക്കാൻ നടന്നവരാണ് ഇന്നാട്ടിലെ മാധ്യമപ്രവർത്തകർ. അച്ചു ഉമ്മനെതിരെ സൈബർ ആക്രമണം എന്ന പ്രചണ്ഡ പ്രചരണം ഇതേ മാധ്യമപ്രവർത്തകരും കോൺഗ്രസും നടത്തിയത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. പക്ഷേ KK ശൈലജയ്ക്കെതിരെ നടത്തുന്ന അതിഹീനമായ അത്യന്തം നിന്ദ്യമായ സംസ്കാര ശൂന്യമായ ആക്രമണങ്ങൾ ഇവരുടെ കണ്ണിൽ പെടുന്നേയില്ല എന്നുള്ളതാണ് അത്ഭുതം. പക്ഷേ ഇപ്പോഴും മാധ്യമങ്ങൾ സ്വയം വിളിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് തന്നെയാണ്. മുൻപ് പലതവണ പറഞ്ഞതാണ്. എന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരും. സൗമ്യയെ ബലാത്സംഗം ചെയ്തു കൊന്ന് ഗോവിന്ദച്ചാമി നാളെ വന്ന് CPM-നെതിരെ 4 വർത്തമാനം പറഞ്ഞാൽ ആ ഗോവിന്ദച്ചാമിയെ തോളിയേറ്റി നടത്താൻ മാത്രമുള്ള ബുദ്ധിയെ ഇവിടെ 4ാം തൂണിലുള്ളൂ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ഒരു വിമർശനമുണ്ട്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മാധ്യമങ്ങളെ നയിക്കുന്ന അന്ധമായ CPM വിരോധമാണ്. CPM നേതാക്കൾക്ക് എതിരെ ആരെന്തു പറഞ്ഞാലും അതൊക്കെ ചില മാധ്യമങ്ങൾക്ക് അമൃതാകും. അതിപ്പോൾ അമേദ്യമായാലും അവരതെടുത്ത് രുചിയോടെ ഭക്ഷിക്കുകയും ചെയ്യും. അണികളെ കോൺഗ്രസ് നേതൃത്വം തിരുത്തണമെന്നുള്ള അതിമോഹമൊന്നും ഉയർത്തുന്നില്ല. അതിന് കാരണമുണ്ട്. ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെപ്പറ്റിയും ഇടതു നേതാക്കളുടെ അമ്മയും ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള സ്ത്രീകളെപ്പറ്റിയും മാസങ്ങളോളം അശ്ലീലം എഴുതിയും അശ്ലീല ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തും പ്രചരിപ്പിച്ച കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ വന്ന അബിൻ കൊടകര എന്ന പെവർട്ട് 3.5 മാസം ജയിലിൽ കിടന്നിട്ട് വെളിയിൽ വന്നപ്പോൾ പിടിച്ച് ജില്ലാ നേതാവാക്കിയ നേതൃത്വമാണ് കോൺഗ്രസിൻ്റേത്. ആ കുഞ്ഞച്ചൻ്റെ സംസ്ഥാന നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രസിഡന്റിൻ്റെ കാർമ്മികത്വത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന മുൻ പ്രസിഡന്റിനു വേണ്ടി ഈ നാറിയ കളികൾ കളിക്കുന്നതെങ്കിൽ അപ്പോൾ പിന്നെ തിരുത്തണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ചുരുക്കി പറഞ്ഞാൽ, ഒരുപക്ഷെ ഗോവിന്ദച്ചാമി CPM-നെതിരെ പറയുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ അയാൾക്ക് പിന്തുണയുമായി എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്.